പോകുന്നത് എങ്ങനെയാണ് ഒരു ലെവൽ ക്രിയേറ്റ് ചെയ്യുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. റിവെറ്റിലെ ഒരു ആർക്കിടെക്ചറൽ ഡ്രോയിങ് വരയ്ക്കുന്ന സമയത്ത് എങ്ങനെയാണ് ലെവൽ ക്രിയേറ്റ് ചെയ്യുന്നതെന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, അതിനാദ്യമായിട്ട് നമ്മളൊരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, ഒരു പുതിയ പ്രോജക്റ്റാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം ഇവിടെ നമ്മുടെ വെൽക്കം പേജിൽ വന്നതിന് ശേഷം ന്യൂ എടുക്കുക. ന്യൂരകത്ത് ടെംപ്ലേറ്റ് ഫയൽ, ഏത് ടെംപ്ലേറ്റ് ഫയൽ ചൂസ് ചെയ്യണം? ആർക്കിടെക്ചറൽ ടെംപ്ലേറ്റ് അല്ലെങ്കിൽ ഡിഫാൾട്ട് മെട്രിക്സ് എന്ന് കാണാം. മോസ്റ്റ്ലി ആർക്കിടെക്ചറൽ ടെംപ്ലേറ്റ് അല്ലെങ്കിൽ ഡിഫാൾട്ട് മെട്രിക്സ് നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ എടുക്കുന്നത് ആർക്കിടെക്ചറൽ ടെംപ്ലേറ്റ് ആണ്. ആർക്കിടെക്ചറൽ ടെംപ്ലേറ്റ്. ഓക്കെ, ദെൻ ഫസ്റ്റ് നമ്മളൊരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, നമ്മളൊരു പുതിയ മോഡൽ ചെയ്യാൻ പോകുന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് എന്ത് ചെയ്യണം? യൂണിറ്റ് സെറ്റ് ചെയ്യണം. ഓക്കെ, യൂണിറ്റ് സെറ്റ് ചെയ്യണം. യൂണിറ്റ് സെറ്റ് ചെയ്യുന്നതിൻ്റെ ഷോർട്ട് കട്ട് എന്തുവാണ്? UN. ഓക്കെ, യൂണിറ്റ് സെറ്റ് ചെയ്യുന്നതിൻ്റെ ഷോർട്ട് കട്ട് എന്താണ്? UN. ഓക്കെ, യൂണിറ്റ് സെറ്റ് ചെയ്തതിന് ശേഷം വേറൊന്നും ചേഞ്ച് ചെയ്യേണ്ട. എന്ത് മാത്രം ചേഞ്ച് ചെയ്യുക? ലെങ്തിൽ. ഓക്കെ, ഇപ്പം ഞാൻ എൻ്റെ പ്രോജക്റ്റ് ചെയ്യാൻ പോകുന്നത് എന്തിലാണ്? സെൻറ്റിമീറ്ററിലാണ് എൻ്റെ പ്രോജക്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം പ്രോജക്റ്റ് ചെയ്യാൻ പോകുന്നത് സെൻറ്റിമീറ്ററിലായതുകൊണ്ട് ഞാൻ എന്ത് സെറ്റ് ചെയ്യാണ്? യൂണിറ്റ് സെറ്റ് ചെയ്യുക. എന്തിൽ സെറ്റ് ചെയ്യാണ്? സെൻറ്റിമീറ്ററിൽ. അപ്പം ലെങ്ത് ആണ് ചേഞ്ച് ചെയ്യേണ്ടത്. ഓക്കെ, ഡിസ്റ്റൻസ് ഇവിടെ സെൻറ്റിമീറ്ററിൽ തന്നെയാണ്. അതെന്ത് ചെയ്യുന്നുണ്ട്? ലെങ്തിനെയും ഞാൻ എന്ത് ചെയ്യണം? സെൻറ്റിമീറ്ററിൽ ചേഞ്ച് ചെയ്യണം. അതിനെന്ത് ചെയ്യണം? അവിടെ എന്ത് ചെയ്യുക? ഫോർമാറ്റിൽ, ലെങ്തിൻ്റെ ഫോർമാറ്റിൽ എന്ത് ചെയ്യുക? ക്ലിക്ക് ചെയ്യുക. അവിടെ എന്താക്കുക? സെൻറ്റിമീറ്റേഴ്സ് ആക്കുക. ദെൻ യൂണിറ്റ് സിമ്പലും എന്താക്കുക? സെലക്ട് ചെയ്യുക. CM സെലക്ട് ചെയ്തു. ഓക്കെ. ദെൻ ഓക്കെ, ഇത്രയും ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് എന്ത് ചെയ്യണം? നമുക്കിനി ലെവൽ സെറ്റ് ചെയ്യണം. ആദ്യം ബേസിക് ആയിട്ടൊരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഇനിഷ്യലി യൂണിറ്റ് സെറ്റ് ചെയ്ത് പ്രോജക്റ്റ് സേവ് ചെയ്യണം. ഓക്കെ, പ്രോജക്റ്റ് ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് സേവ് ചെയ്യണം. ഓക്കെ, പ്രോജക്റ്റ് സേവ് ചെയ്തു. സേവ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? ഞാൻ പറയാമല്ലോ, ലെവൽ സെറ്റ് ചെയ്യണം. ലെവൽ സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് എവിടെ പോകണം? പ്രോജക്റ്റ് ബ്രൗസറിൽ പോവുക. ഓക്കെ, പ്രോജക്റ്റ് ബ്രൗസർ കണ്ടായിരുന്നല്ലോ. ഓക്കെ, ഇല്ല, ഈ പ്രോജക്റ്റ് ബ്രൗസർ ഇവിടെ കാണുന്നില്ല എങ്കിൽ എന്ത് ചെയ്യണം? റൈറ്റ് ക്ലിക്ക് കൊടുക്കുക, ബ്രൗസർ എടുക്കുക, പ്രോജക്റ്റ് ബ്രൗസർ കണ്ടായിരുന്നോ? ഓക്കെ, പ്രോജക്റ്റ് ബ്രൗസർ ഇപ്പോൾ ഇവിടെ സെലക്റ്റഡ് ആണ്. ഓക്കെ, ടിക്ക് വരെ സെലക്റ്റഡ് ആണ്. പ്രോജക്റ്റ് ബ്രൗസർ എടുക്കുക. അതിൽ ഫ്ലോർ പ്ലാൻസിനകത്ത് കണ്ടായിരുന്നോ? ഫ്ലോർ പ്ലാൻ. ഈ ഫ്ലോർ പ്ലാൻസിൽ എലിവേഷൻസിൽ പോവുക. എലിവേഷൻ്റെ ഇപ്പോൾ ഏതൊരു ഡയറക്ഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ സൗത്ത് ചൂസ് ചെയ്യാം. ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബിൽഡിങ്ങിന് ഓരോ ലെവലില്ലേ? സൂപ്പർ സ്ട്രക്ചർ, സബ് സ്ട്രക്ചർ, പ്ലിന്ത് ലെവൽ, ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറില്ലേ? ഓക്കെ, ഇത് തന്നെയാണ്. ഇങ്ങനെയാണ് ഒരു ബിൽഡിങ്ങിൻ്റെ ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ, പ്ലിന്ത്, ഇതൊക്കെ നമ്മൾ ഓരോ ലെവലായിട്ട് എന്ത് ചെയ്യണം? സെറ്റ് ചെയ്യണം. നമ്മൾ ഡ്രോയിങ് കറക്റ്റ് പ്രോപ്പറായിട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ട്, ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്യാണ്? ഇവിടുത്തെ ഇതിൻ്റെ ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് ഇവർ നമ്മളെ ഡിഫറൻസിനെ ഞാൻ എന്താക്കി കൊടുക്കുകയാണ്? 45 ആക്കിയാണ്. ഓക്കെ, പ്ലിന്ത് ഡിസ്റ്റൻസ് ഞാൻ എത്ര കൊടുക്കുകയാണ്? 45. ഓക്കെ അല്ലേ? നെക്സ്റ്റ് എന്ത് ചെയ്യണം? ഇനി നമുക്ക് ലെവൽ ക്രിയേറ്റ് ചെയ്യണ്ടേ? ഓക്കെ, ലെവലിൽ നെക്സ്റ്റ് ലെവൽസ് വെക്കണം. ഇപ്പം പ്ലിന്തായി, നമുക്കിനി ഒരു ഫസ്റ്റ് ഫ്ലോർ വേണം അല്ലേ? അപ്പം ഫസ്റ്റ് ഫ്ലോർ ചെയ്യാൻ വേണ്ടി നമ്മൾ എവിടെ പോവുകയാണ്? ആർക്കിടെക്ചർ ടാബ്, അതിനകത്ത് ഡാറ്റ പാനൽ, അത് ലെവൽ. ഓക്കെ, ലെവലിൻ്റെ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് LL, അതായത് ഡബിൾ L പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ലെവൽ എന്ന് പറയുന്ന ഓപ്ഷനിലൂടെ നമുക്ക് ചെല്ലാൻ പറ്റും. ഓക്കെ, അവിടെ ചെന്നിട്ട് ഡ്രോപ്പ്, ഇപ്പം കണ്ടു ഇവിടെ ടെമ്പററി ടാബ് ഓപ്പൺ ആയിട്ടുണ്ട്. പ്ലേസ് ലെവൽ എന്ന് പറയുന്ന ഒരു ടെമ്പററി ടാബ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതിനകത്ത് ഡ്രോപ്പ് പാനലിൽ ലൈനും ഉണ്ട്, പിക്ക് ലൈനും ഉണ്ട്. ഇപ്പം നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് വെച്ച് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ പിക്ക് ലൈൻ എടുക്കുകയാണ്. പിക്ക് ലൈൻ ക്ലിക്ക് ചെയ്യുക, ഇവിടെ ഓഫ്സെറ്റ് ക്രിയേറ്റ് ചെയ്യുക. ഓഫ്സെറ്റ് ഞാൻ എത്ര കൊടുക്കുകയാണ്? ഒരു റെസിഡൻഷ്യൽ ബിൽഡിങ്ങിൻ്റെ മിനിമം ഹൈറ്റ് 300 ആണ്. അപ്പോൾ ഞാൻ എന്ത് കൊടുക്കുകയാണ്? 300 ഇവിടെ ക്ലിക്ക് ചെയ്തു, ജസ്റ്റ് എൻ്റർ കൊടുത്തു. ഓക്കെ, ദെൻ ഞാൻ എന്ത് ചെയ്യണം? ഒരു സ്ലാബിൻ്റെ തിക്നെസ്, ഇനി നമുക്ക് അടുത്ത് ഒരു ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് കൊടുത്ത് ഇനി സ്ലാബ് തിക്നെസ് കൊടുക്കണ്ടേ? ഓക്കെ, സ്ലാബ് തിക്നെസ് എത്രയായിട്ട് കൊടുക്കുകയാണ്? 10. അവിടെ ഓഫ്സെറ്റ് ടൈപ്പ് ചെയ്തു, എൻ്റർ കൊടുത്തു. ദെൻ വീണ്ടും എനിക്കൊരു നില കൂടെ വേണം എന്നാണെങ്കിൽ വീണ്ടും ഞാൻ എന്ത് ചെയ്യണം? 300 ടൈപ്പ് ചെയ്തു, എൻ്റർ കൊടുത്തു. പിന്നെ 10 കൊടുത്ത് മുകളിലത്തെ സ്ലാബ് സെറ്റ് ചെയ്യാണ്. ഓക്കെ, ദെൻ ഇപ്പോൾ പാരപ്പറ്റ് കൊടുക്കണം. അപ്പോൾ ഒന്ന് പാരപ്പറ്റ് കൊടുക്കുന്നുണ്ട് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അതിന് വേണ്ടിയിട്ട് 85 സെൻറ്റിമീറ്ററിൽ ഞാൻ എന്ത് ചെയ്യണം? ഒരു പാരപ്പറ്റ് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ഇങ്ങനെയാണ് ലെവൽ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇത്രയും ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം, ഓക്കെ, ലെവൽ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക? എസ്കേപ്പ് കൊടുക്കുക.
ഡബിൾ എസ്കേപ്പ് കൊടുത്ത് ആ ഒരു ഓപ്ഷനിൽ നിന്ന് പുറത്തു വരിക. കാരണം നമുക്കിനി അതിൻ്റെ ആവശ്യമില്ല. നമ്മളിപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ വീണ്ടും ആ ഓപ്ഷൻ റീഅപ്ലൈ ആയിക്കൊണ്ടേ ഇരിക്കത്തുള്ളൂ. ഓക്കെ, എക്സ്ട്രാ ക്രിയേറ്റ് ആയിക്കൊണ്ടേ ഇരിക്കും. അപ്പോൾ നമുക്കതിൻ്റെ ആവശ്യം ഇല്ല. ദെൻ എന്ത് ചെയ്യുക, വീണ്ടും താഴെ ബേസ് ലെവലിൽ വരിക. ഇനി ഇവർക്കെല്ലാം നെയിം കൊടുക്കണ്ടേ? ഓക്കെ, നെയിം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇതിലിപ്പോൾ കാണാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, വെള്ളത്തെ ലെവൽ ചൂസ് ചെയ്യണം. ഇവിടെ ചൂസ് ചെയ്യുമ്പോൾ കണ്ടായിരുന്ന ഒരു ഓപ്ഷൻ കണ്ടോ, ഒരു ആരോ കിടക്കുന്നുണ്ടോ, ആഡ് എൽബോ എന്നൊരു ഓപ്ഷൻ. ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്തപ്പോൾ കണ്ടോ താഴോട്ട് വന്നേ, താഴോട്ട് മൂവ് ആയത് കണ്ടോ. അപ്പോൾ മൂവ് ആയതിന് ജസ്റ്റ് സൂം ചെയ്യാം. ഈ ബബിളിൽ ഡ്രാഗ് നടക്കുന്ന ബബിളിൽ ക്ലിക്ക് ചെയ്ത് ഒന്ന് മുകളിലോട്ട് പ്ലേസ് ചെയ്യണേ. ദെൻ ഇവിടെ വീണ്ടും താഴത്തെ എടുത്തിട്ട് താഴെ ലെവൽ 0 ഞാൻ താഴോട്ട് ക്രിയേറ്റ് ചെയ്യാണ്. പിന്നെ പഴയ ലെവലോട്ട് അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഇനി ലെവൽ 0ക്ക് ഞാൻ നെയിം കൊടുക്കുകയാണ്, GL. ഞാൻ ഉദ്ദേശിക്കുന്ന GL ഗ്രൗണ്ട് ലെവൽ. ഓക്കെ, ദെൻ എൻ്റെ യെസ്. ലെവൽ 1ന് ഞാൻ എന്ത് കൊടുക്കുകയാണ്, GFL എൻ്റെ യെസ്. ഓക്കെ, ഇനി ഇവിടുത്തെ ലെവലിലും ഞാൻ എന്ത് ചെയ്യാണ്, താഴോട്ട് എടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് സൂം ചെയ്തിട്ടൊന്ന് താഴോട്ട് ഡ്രാഗ് ചെയ്ത് വയ്ക്കുകയാണ്. ഓക്കെ, കറക്റ്റ് പ്രോപ്പറായിട്ട് വാല്യൂസ് കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ എന്ത് കൊടുക്കണം, ലെവൽ 2ന് FF എന്ന നെയിം കൊടുക്കുകയാണ്. ലെവൽ 3ക്ക് FFL എന്ന നെയിം കൊടുത്തു. വീണ്ടും ചൂസ് ചെയ്യുന്നു, എൽബോ ക്ലിക്ക് ചെയ്യുന്നു, താഴോട്ട് ഡ്രാഗ് ചെയ്ത് വയ്ക്കുകയാണ്. ഇതിന് റൂഫ് ടോപ്പ് ലെവലല്ലേ, അപ്പം നമുക്ക് എന്ത് കൊടുക്കാം, RF എന്ന് കൊടുക്കാം. ഇതിന് RFL എന്ന നെയിം കൊടുക്കുകയാണ്. ഇനി ലാസ്റ്റ് പാരപ്പറ്റ് അല്ലേ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ലെവൽ 6ലെ. അപ്പോൾ എന്താണ്, ജസ്റ്റ് എൻ്റർ കൊടുത്ത് ഈ ബബിൾ എടുത്ത് മുകളിലോട്ട് ഡ്രാഗ് ചെയ്ത് വയ്ക്കുകയാണ്. ലെവൽ 6ന് PP, പാരപ്പറ്റിൻ്റെ ഞാൻ PP എന്ന് ടൈപ്പ് ചെയ്ത് നെയിം കൊടുക്കും. ഓക്കെ, ഇപ്പോൾ ഇവിടെ കൊടുത്ത ഈ നെയിംസ് എല്ലാം ഇവിടെ കണ്ടോ, പ്രോജക്റ്റ് ബ്രൗസറിൽ ഫ്ലോർ പ്ലാൻസിൽ കണ്ടോ ക്രിയേറ്റ് ആയിട്ടുണ്ട്. കണ്ടോ സൈറ്റ്, GFL, RFL. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് എങ്ങനെയാണ് വാൾ ക്രിയേറ്റ് ചെയ്യുക. ആദ്യം ബേസിക് ആയിട്ട് ലെവൽ ക്രിയേറ്റ് ചെയ്യുക, ദെൻ എന്ത് ചെയ്യണം, വാൾ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ലെവൽ ഇപ്പം ഇനി വാൾ എവിടെ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്, പ്ലിന്തിൽ നിന്നല്ലേ വാൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും, GFL നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെയാണ് നമ്മുടെ പ്ലാൻസ് വരച്ചു കൊടുക്കുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ ആയോ? ഇനിയാണ് ഒരു ലെവൽ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന്. ലെവലിൻ്റെ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് LL ആണ്. LL പ്രസ് ചെയ്തതിന് ക്ലിക്ക് ചെയ്ത് അവിടെ ടെമ്പററി ടാബ് ക്രിയേറ്റ് ആവും. അതിൽ പിറ്റ് ലൈൻസ് എടുത്തതിന് ശേഷം ഓഫ്സെറ്റ് വാല്യൂ കൊടുത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും. ഓക്കെ, പ്ലിന്തിൻ്റെ ഡിസ്റ്റൻസ് 45 ആണ്. ബിൽഡിംഗ് ഹൈറ്റ് 300 വരെ. അടുത്ത് സ്ലാബ് ഹൈറ്റ് ഞാനിവിടെ 10 കൊടുക്കുന്നത്. ഓക്കെ, ദെൻ റീനെയിം കൊടുക്കുന്നതാണ് ഓരോന്നും കറക്റ്റായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി. ഓക്കെ, ക്ലിയർ ആയോ?